മാധുരമില്ലേ ഉറങ്ങിക്കോ എന്റെ തങ്കമേ. ഇതിനൊക്കെ ഒരു താളമുണ്ട്. തൊട്ടിൽ കിടന്ന് ആടുന്ന പോലെ ഈ കുട്ടി ഈ താളത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അവന്റെ ജീവിതത്തിൽ ഒരു താളബോധം ഉണ്ടാവുന്ന പറയാ. ഇനി എത്ര വീട്ടിൽ ഒരലുണ്ട്? ഒരലുള്ള വീട്ടുകാരെന്ന് കൈവയ്ക്കേ. ഓ ഭാഗ്യം. ഈ ഒരലിട്ട് എങ്ങനെ ഇടിക്കാന്ന് കാണിച്ചേ. കെട്ടിയവൻ ഇടിക്കുന്നല്ല, ഒരലിട്ട് അതിനൊരു താളുണ്ട്. പിടിച്ചോ ഞാൻ ഇടിക്കാൻ പോണ. കൂടെ ഇടിച്ചോട്ടെ, നിങ്ങളെ കൂടെ കൈയടിച്ചോ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പണിയാണും, ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ലുകുത്തനാണും. നെല്ലുകുത്തനടി മോദിയ കൂടത്തി നെല്ലുകുത്തൽ ഇങ്ങനെ ഇതിനൊക്കെ ഒരു താളമില്ലേ? അപ്പൊ എന്റെ ചോദ്യത്തിന്റെ പ്രസക്തിയെ ഇന്ന് എത്ര വീട്ടില് മുത്തശ്ശിമാരുണ്ട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. നിറവേദമായിട്ട് നിൽക്കുന്ന അമ്മ ഈ കാലത്തിലുണ്ടേ. 6-ാം മാസം കുട്ടിക്ക് കാത് മുളയ്ക്കും. എത്ര വീട്ടിൽ അമ്മയുണ്ട്, എത്ര വീട്ടിൽ ഒരലുണ്ട്. പഴയ കാലത്ത് ടെക്നോളജി ഇല്ല, വ്യായാമം തന്നെ കിട്ടിയിരുന്നു. അപ്പൊ ഈ കലികാലത്തില് നിറവേറുമായിട്ട് നിൽക്കുന്ന അമ്മയ്ക്ക് ഉള്ളി കഴിക്കണ കുട്ടിക്ക് ഒരു താളം കൊടുക്കണ്ടേ? രാവിലെ തുടങ്ങിയ താളം അടക്കള ചെല്ലുമ്പോ കേൾക്കാം. ഉള്ളി കഴിക്കണ കുട്ടി ശ്രദ്ധിക്കും. എന്ത് താളം ആദ്യം വരുന്നത് താളം നിശ്ചന താളം വരുന്നത്. ഇതാ പറഞ്ഞു മൊബൈലിന്റെ വൈബ്രേഷൻ അല്ലേ. അപ്പൊ ഭയങ്കര ദേഷ്യായിരിക്കും കുട്ടിക്ക് എന്ന് പറയാ. പഴയ കാലത്ത് അമ്മിത്താളത്തിൽ ജനിച്ചൊരു മകനോട് ഒരു മകള് ചോദിച്ചൊരു പാട്ടുണ്ട്. എല്ലാവരും കലാകാരന്മാരും കലാകാരികളൊക്കെ എന്നറിയാം. കൂടെ പാടണേ. കാനന ചായയിൽ ശരി, അങ്ങനെ ചോദിച്ചു. അപ്പൊ എന്താ മറുപടി പറഞ്ഞേ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? പാടില്ല നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. അത് അമ്മിത്താളത്തിൽ ജനിച്ചൊരു മകൻ. ആ കവി എഴുതി വെച്ച വരികള് അന്ന് അമ്മിത്താളമായിരുന്നേ. സമൂഹത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ജനിപ്പിച്ച മാതാപിതാക്കളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അവരുടെ അനുവാദത്തോടു കൂടിയേ നിന്നെ ഞാൻ കൊണ്ടുപോകുള്ളൂ എന്ന് അമ്മിത്താളത്തിൽ ജനിച്ച കവി എഴുതി വെച്ചു. അടുത്ത വരി എന്താണെന്നറിയോ ഇതിന്റെ? പിന്നെയൊരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോമ്പലാട്ടേ. പ്രേമം ചോദിച്ചില്ല, അനുവാദത്തോടു കൂടി കൊണ്ടുപോകാന്നാ പറഞ്ഞേ. അമ്മിത്താളം. എന്നാൽ ഈ മിക്സി താളത്തിലെ ഒരു വിദ്വാനോട് ചോദിച്ചൊരു പാട്ടുണ്ട്. ഞാനും വരട്ടെ